വെൽക്കം ബാക്ക് ടു നിസ്ഫ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ എന്നുള്ളത് നമ്മുടെ കൊല്ലത്തെ സിൽക്സ് വേൾഡിലാണ് കേട്ടോ ഉള്ളത്. സോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതുവരെ സിൽക്ക് വേൾഡിൻ്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഒരു കളക്ഷൻസ്, അതായത് വെഡ്ഡിങ് സാരീസ് ഒക്കെ തന്നെ ഞാൻ ലാസ്റ്റ് ഈ വീഡിയോയുടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ വെഡ്ഡിങ് സാരീസിൻ്റെയൊക്കെ കളക്ഷൻസ് ഇവിടുത്തേത് കാണാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ കാണിക്കുന്നത് ഇവിടുത്തെ ചുരിദാറിൻ്റെയൊക്കെ കുറച്ച് ഒരു 2-3 ടോപ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നല്ല കിഡിലൻ ടോപ്സ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് നല്ല ഉഗ്രനൊരു ടോപ്പായിരുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ എല്ലാ ചുരിദാറിൻ്റെ കളക്ഷൻസും ഒന്നും എടുത്തിട്ടില്ല. 1-2 ടോപ്സുകൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നല്ല നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് തന്നെ നല്ല ചുരിദാറിൻ്റെ ടോപ്സൊക്കെ അവൈലബിൾ ആണ്, നല്ല ചുരിദാറുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ സ്ലിറ്റുള്ള ടൈപ്പാണ് ഇപ്പോൾ ഈ കാണിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല പ്ലെയിൻ വർക്കിൻ്റെ ആയിരുന്നു ഇത്. കുറച്ച് പ്രിൻറ്റഡ് വർക്ക്സൊക്കെ ആയിട്ടുള്ള സ്ലിറ്റുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ചത് അംബ്രല്ല കട്ടിങ് ആയിരുന്നു, പിന്നെ വന്നിട്ട് സ്ലിറ്റുള്ളതാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ് അധികം റേറ്റ് ഇല്ലാത്ത ടൈപ്പ് ടോപ്സാണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ഹൈ റേറ്റിനും ഉണ്ട്, അതേപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്സും ഒക്കെ തന്നെ അവൈലബിൾ ആണ്. ഇത് നല്ല കൈക്കും എല്ലാം നല്ല ഗ്ലാസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളതായിരുന്നു. ഇതൊരു പ്ലെയിൻ ആയിരുന്നു. ഇതിൻ്റെ ആ നെക്ക് പോർഷൻ്റെയും ഈ ഒരു താഴോട്ടുള്ള അതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം സ്ലിറ്റുള്ള ടൈപ്പ് തന്നെയായിരുന്നു കേട്ടോ, അംബ്രല്ല കട്ടിങ്ങിൻ്റെ അല്ലായിരുന്നു ഇത്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ ഇതൊരെണ്ണം കണ്ടു കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, റോസ് കളറായിരുന്നു. ഇനി വന്നിട്ട് ഇത് നല്ല ഉഗ്രൻ ഒരു ചുരിദാറായിരുന്നു കേട്ടോ. ഇതിന് 2000 സംതിങ് വരും റേറ്റ് വന്നിട്ട്. കാരണം അത്രത്തോളം തന്നെ വർക്കുള്ള ടൈപ്പായിരുന്നു കേട്ടോ. അതായത് ബോട്ടം പോർഷൻ ആണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നല്ല വർക്കുള്ളതായിരുന്നു. ബ്ലൂവും വേറൊരു കളറും ഇതിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഷാളും എല്ലാം ഉണ്ട്. അപ്പം നല്ല കിഡിലനായിരുന്നു കേട്ടോ, എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. കാരണം നെക്ക് പോർഷനിൽ വർക്ക് ആണെങ്കിലും അതേപോലെ കയ്യിലും ഒക്കെ തന്നെ നല്ല രീതിയിൽ ഒരു വർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബോട്ടം പോർഷനിൽ നല്ല രീതിയിൽ വർക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ കിഡിലൻ ടോപ്പ് തന്നെയായിരുന്നു കേട്ടോ, കിഡിലൻ ചുരിദാർ തന്നെയായിരുന്നു. അപ്പം ഈ ഒരു കളറാണ് എനിക്ക് നീലയെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ബ്ലൂം കൊള്ളായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇനി അടുത്തത് ഞാൻ വേറൊരു ടോപ്പ് കാണിച്ചു തരാം കേട്ടോ. ഇതും കൊള്ളായിരുന്നു. ഇതിൻ്റെ ടോപ്പ് പോർഷൻ ആണെന്നുണ്ടെങ്കിലും കൈയുടെ വർക്ക് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊള്ളായിരുന്നു. അപ്പോൾ ഇതാണ് ഫുൾ അതിൻ്റെ ഒരു വർക്ക് വരുന്നത്. അതിൻ്റെ താഴെ കൊണ്ടുവന്ന് ഇതേപോലെ സ്റ്റോൺ വർക്കും ഉണ്ടായിരുന്നു. അപ്പം ഇതും നല്ലൊരു കിടിലൻ ഇത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാണ് ഞാൻ എടുത്തിട്ട് നോക്കിയത്. വേറെ കളർ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചില്ല, അതുകൊണ്ടാണ് ഈ ഒരു കളർ മാത്രമായിട്ട് ഇപ്പം ഞാൻ എടുത്ത് കാണിക്കുന്നത്. ഇനി അടുത്ത് ഞാൻ കാണിച്ചു തരാൻ പോണത് ഇവിടുത്തെ നല്ല ചുരിദാർ മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ കളർ അടിപൊളിയായിരുന്നു. ഇത് ഷിഫോണിൻ്റെ ആണേ. അപ്പോൾ പാൻറ്റ് അതേപോലെ തന്നെ ഷാള് എല്ലാം ഉൾപ്പെടെയുള്ള ഈ ഒരു ചുരിദാർ മെറ്റീരിയലിന് 1000 സംതിങ് ആണ് റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ തന്നെ വേറെ മോഡൽ ഷിഫോണിൻ്റെത് പല പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ലൈറ്റ് കളറ് അതേപോലെ നല്ല ഡാർക്കായിട്ടുള്ള ഈ ഒരു കളറ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷിഫോണിൻ്റെ ആണ് ഞാൻ ഇപ്പോൾ ഈ കാണിച്ചു തരുന്നത് ഇത്രയും. ഇനി ഞാൻ വേറൊരു മെറ്റീരിയൽ കാണിച്ചു തരാം, അതായത് വിചിത്ര സിൽക്സ് എന്ന് പറയൂ കേട്ടോ. അപ്പം അതെന്ന് പറയുന്നത് നല്ല കിഡിലൻ മെറ്റീരിയൽ തന്നെയാണ്. ഇതും 1000 സംതിങ് റേറ്റ് വരുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്നതിന് 1340 രൂപയാണ് കേട്ടോ. അപ്പം ഈ വിചിത്ര സിൽക്സിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ തന്നെ പല പല മോഡൽസ് ഉണ്ടായിരുന്നു. നല്ല ഉഗ്രൻ മെറ്റീരിയലാണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടും കൊണ്ട് പോയാൽ നല്ല കിഡിലൻ ലുക്കായിരിക്കും. കാരണം നല്ല രസം ഉണ്ടായിരുന്നു. അതായത് മെറൂൺ കളറൊക്കെ കിഡിലായിരുന്നു കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ എനിക്ക് പറയാതിരിക്കാൻ വയ്യ, അത്ര സൂപ്പർ ടൈപ്പായിരുന്നു. ഈ ഒരു കളറും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ഷോളാണെന്നുണ്ടെങ്കിലും എല്ലാം പൊളിയായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അപ്പം അത് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് വിചിത്ര സിൽക്സിൻ്റെ മെറ്റീരിയൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരെടുത്ത് കാണിച്ചു തരും. അപ്പം നിങ്ങൾക്ക് മനസ്സിലായിക്കോളും ഞാൻ എന്തുകൊണ്ടാണ് ഇത് കിഡിലൻ എന്ന് പറയുന്നത്. കാരണം ഇത് സ്റ്റിച്ച് ചെയ്തിട്ടാൽ അത്രയും നല്ലൊരു ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടെ.
അപ്പോൾ ഞാനതെടുത്ത് നിങ്ങൾക്കൊന്ന് വെച്ച് കാണിച്ചു തരാവേ. ഈ മെറൂൺ കളർ കണ്ടില്ലേ, നല്ല രസമുണ്ട്. ആ നെക്ക് പോർഷൻ്റെ ആ ഒരു വർക്കൊക്കെ കാണാനായിട്ട് നല്ല കിടിലമായിരുന്നു കേട്ടോ. എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഇതിൻ്റെ ഷോളും അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഷോളും കൂടി നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് ഷോൾ ഇടുമ്പോഴുള്ള ആ ഒരു ലുക്ക് എന്ന് പറയുന്നത്. കൊള്ളില്ലേ, നല്ല അടിപൊളിയല്ലേ കാണാനായിട്ട്. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഷോൾ ഇങ്ങനെ തലയിലൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ആ ഒരു ഡ്രസ്സും ഷോളും കൂടെയൊക്കെ ഇടുമ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, ഇതും നല്ലൊരെണ്ണമായിരുന്നു കേട്ടോ. ഇത് ഷോളാണ്. ഇപ്പോൾ ഈ ഒരു നൂത്ത് ഇങ്ങനെ കാണിക്കുന്നത് എൻ്റെ ഉമ്മ. ഇനി അതിൻ്റെ എന്താണ് ആ ഒരു ടോപ്പ് വർക്ക് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. പാൻറ്റും ഷോളും എല്ലാം ഉൾപ്പെടെയാണ്. അതിൻ്റെ ടോപ്പിൻ്റെ ആ ഒരു വർക്ക് എന്ന് പറയുന്നത് ഇതുപോലെയാണ് കേട്ടോ. ഓക്കെ, കണ്ടില്ലേ, കൊള്ളത്തില്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്കിഷ്ടപ്പെട്ടെ ആ കളറും ഒക്കെ എനിക്കിഷ്ടപ്പെട്ടു. ലൈറ്റ് കളറിനകത്ത് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് ആ ഷോളും ഒക്കെ ആയിട്ട് കിടിലായിരിക്കും. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഇനി ഇതൊക്കെ കണ്ടിട്ട് ഞാനിങ്ങനെ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ. എല്ലാ കളക്ഷൻസും ഇങ്ങനെ നോക്കി. അപ്പം ഞാൻ കുറച്ച് ഇവിടുത്തെ ഒരു 2-3 ഐറ്റംസ് മാത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, കിടിലൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ടോപ്സൊക്കെ ഇങ്ങനെ നോക്കിയത് മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള നല്ല ക്യൂട്ട് ഫ്രോക്സ് ആണ്. ഓക്കെ, ഇത് കാണാൻ ഇഷ്ടമില്ലാത്തവരാരും കാണൂല അല്ലേ. കുഞ്ഞു ഫ്രോക്കുകളെന്ന് പറയുന്നത് കിഡിലാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള ഫ്രോക്സിൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെഡ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിരുന്നു. 1000 സംതിങ് ആണ് റേറ്റ് വന്നിട്ട്. പക്ഷേ കൊള്ളാം, നല്ലൊരു ഫംഗ്ഷനൊക്കെ കുഞ്ഞിനങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. തക്കുടു പവൾക്ക് അടിപൊളിയായിരിക്കും അല്ലേ. ഓക്കെ, ഇതൊരു യെല്ലോ കളർ, ഇതും കൊള്ളായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിന് അധികം റേറ്റ് ഒന്നുമില്ല. നല്ല കിഡിലൊരു ഫ്രോക്കായിരുന്നേ. അതായത് 500 സംതിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഫ്രോക്കല്ലേ ഇത്. ഈ പച്ച അടിപൊളിയായിരുന്നു കേട്ടോ. ആ റെഡിൻ്റെ തന്നെ ഗ്രീൻ കളറാണ്. 500 സംതിങ്ങേ ഉള്ളൂ. അടിപൊളിയല്ലേ, ഫങ്ഷൻസിന് മക്കൾക്ക് ഇട്ടുകൊണ്ട് പോകാനല്ലേ. സൂപ്പർബായിരുന്നു. പിന്നെ ഇത് വേറൊരു ടൈപ്പ് മോഡലായിരുന്നു കേട്ടോ. ഇതും കൊള്ളായിരുന്നു. പിന്നെ എനിക്ക് അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ ഫ്രോക്ക് കൊള്ളായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല കിഡിലൊരു ഫ്രോക്കായിരുന്നു. ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ കാണാനായിട്ട് നല്ല ഉഗ്രൻ ലുക്ക് തന്നെയായിരുന്നു കേട്ടോ. ഇതാണ് ബാക്ക് പോർഷൻ ലുക്ക്, ഇത് ഫ്രണ്ട് ലുക്ക്. ഞാൻ ബാക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ കാണിച്ചു തരാവേ. കണ്ടില്ലേ, ഇതാണ് ആ ഒരു ഫ്രോക്കിൻ്റെ ബാക്ക് ലുക്ക് എന്ന് പറയുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഇട്ടും കൊണ്ട് ഓടി നടക്കുന്ന കാണാൻ നല്ല സൂപ്പർബായിരിക്കും കേട്ടോ. ഇതും കൊള്ളായിരുന്നു. ഇതും നല്ല അടിപൊളി ഒരു മോഡൽ തന്നെയായിരുന്നു. ഇനി വേറൊരു ഐറ്റം കാണിച്ചു തരാം. ഈ ഒരു കളറ്, ഇതും കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു എന്താ പറയണേ, ബോഡി വർക്കൊക്കെ കാണാനായിട്ട്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. ബാക്ക് എന്ന് പറയുന്നതും ഇതേപോലെയാണ്. കൊള്ളാം, നല്ല രസമുണ്ട്. ഞാൻ ബാക്ക് നല്ലോണം കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതാണ് കേട്ടോ ബാക്ക് പോർഷൻ വന്നിട്ട്. ഈ ഒരു കളറും ഒക്കെ ആയിട്ട് എന്തോ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് തോന്നിച്ചു കേട്ടോ ഈ ഒരു ബേബി ഫ്രോക്കിന്. എനിക്ക് നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. എൻ്റെ മോളങ്ങ് ചെറുതായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു അല്ലേ. അടിപൊളിയായിരുന്നു എന്നെ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് കാണാനായിട്ട്. ഓക്കെ, പിന്നെ വേറെ ഒരു കളറായിരുന്നു കേട്ടോ. ഇതും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ബേബി ഫ്രോക്സിൻ്റെ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ ഇവിടുത്തെ സാരി സെക്ഷൻ കാണിച്ചു തരാം. ഇതിന് 475 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. നല്ലൊരു സാരി ആയിരുന്നു കേട്ടോ. കൊള്ളായിരുന്നു. അതിൻ്റെ മെറ്റീരിയലും എല്ലാം കൊള്ളായിരുന്നു. വളരെ ലോ റേറ്റിന് നല്ല ഉഗ്രനൊരു സാരി ആയിരുന്നു കേട്ടോ. 475 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ സാരി കളക്ഷൻ്റെ ആ ഒരു ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നല്ല വെയ്റ്റ്ലെസ് ഒരു സാരി ആയിരുന്നു കേട്ടോ. അധികം റേറ്റ് ഒന്നുമില്ല. അതിൻ്റെ മുന്താണി വർക്കാണിത്. 700 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. അപ്പം ബോഡിക്കകത്തും ഒക്കെ തന്നെ വർക്കുണ്ട്. കൊള്ളായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കണ്ടോ, ബോഡിയിൽ ഈ ഒരു വർക്കാണുള്ളത്. തീരെ വെയിറ്റ് എന്ന് പറയുന്ന സംഭവമേ ഇല്ലായിരുന്നു കേട്ടോ. എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ വെയ്റ്റ്ലെസ് സാരീസിനോടാണ് കൂടുതൽ ഇഷ്ടം. കാരണം അതാണ് നല്ലതെന്നാണ് എപ്പോഴും എൻ്റെ ഉമ്മ പറയാറുള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ നല്ല വെയ്റ്റ്ലെസ് സാരി ആയിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാവരും അങ്ങനെയുള്ളത് തന്നെ ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്യുന്നത്. ഇത് വന്നിട്ട് വേറൊരു ടൈപ്പ് സാരിയാണ്. അതിൻ്റെ ബോഡി വർക്ക് ഇതാണ്.
ഇതിൻ്റെ മുന്താണിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒത്തിരി റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതൊക്കെ ലോ റേറ്റ് സാരീസ് ആണ്. 780 റുപ്പീസാണ് ഈ സാരിയുടെ റേറ്റ് വന്നിട്ട്. മെറ്റീരിയലൊക്കെ നല്ല കിഡിലായിരുന്നു. കണ്ടില്ലേ, ബോർഡർ വർക്ക് എന്ന് പറയുന്നത് ഈ നീല കളറായിരുന്നു കേട്ടോ. അപ്പം കൊള്ളായിരുന്നേ ഇത് കാണാനായിട്ട്. കാരണം ആ ഒരു കളറും ആ ഒരു മുന്താണിയുടെ ആ ഒരു ബോർഡർ വർക്കിൻ്റെ കളറും ഒക്കെ കിഡിലായിരുന്നു. ഇത് ഇച്ചിരി കൂടി റേറ്റ് കൂടിയതാണ്. അപ്പോൾ ഈ ഒരു കളർ തന്നെയാണ് കേട്ടോ ബോഡി വർക്കും എല്ലാം തന്നെ വരുന്നത്. കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരുന്നു. ഇതിന് വന്നിട്ട് 1000 സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് കണ്ടതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അതിൻ്റെ പല കളേഴ്സും ഉണ്ട്. പിന്നെ ഇതെന്താണെന്ന് അറിയാവോ? ഇത് നമ്മുടെ വെഡ്ഡിങ്ങിന് ഇടുന്ന ലെഹങ്കയാണ്. 3000 സംതിങ് മാത്രമാണ് ഇതിന് റേറ്റ് ഉണ്ടായിരുന്നത്. കിഡിൽ ഒരെണ്ണമായിരുന്നു കേട്ടോ. ഇത് അതിൻ്റെ സ്കേർട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ബോട്ടം വർക്കൊക്കെ കിഡിലായിരുന്നേ. ഇവിടെ നല്ല ലെഹങ്കാസൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ അധികം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇതൊരെണ്ണം മാത്രമാണ് ഞാൻ ജസ്റ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം വീണ്ടും ഞാനിങ്ങ് സാരി സെക്ഷനിലോട്ട് വന്നു. കാരണം ഉമ്മ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയെ വിളിക്കാനായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഉമ്മി ഇതാ ഈ ഒരു സാരി ഉമ്മിക്ക് ഇഷ്ടപ്പെട്ടിട്ട് വീണ്ടും എടുത്ത് നോക്കുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതിന് കുറച്ച് റേറ്റ് ഒക്കെ കുറവാണ്. പിന്നെ അതിൻ്റെ വെയ്റ്റ്ലെസ് ആണ് സാരി. അപ്പോൾ അത് കണ്ടിട്ട് ഉമ്മി ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അങ്ങനെ ഉമ്മിയെ വിളിച്ചും കൊണ്ട് ഞാൻ വീണ്ടും വെഡ്ഡിങ് സെക്ഷനിലോട്ട് വന്നു. അപ്പോൾ അവിടുത്തെ സാരിയാണ് ഈ കാണിച്ചു തരുന്നത്. നല്ല കിടിലം വെഡ്ഡിങ് സാരീസാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ എന്താ പറയണേ, ഇതിൻ്റെ റേറ്റും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാവേ. അപ്പം നല്ല രസമുള്ളതാ. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിനൊന്നും അധികം റേറ്റ് ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു ബോർഡർ വർക്കും ആ ബോഡി വർക്കും ഒക്കെ സൂപ്പർബായിരുന്നു. ഇത് നല്ല കിടിലം സാരിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ വില വന്നിട്ട് 21,000. ഓക്കെ, ആ ഒരു റേറ്റ് ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. പക്ഷെ നല്ല കിഡിലായിരുന്നു. ഇപ്പോൾ അടുത്തിട്ടിരിക്കുന്ന ഈ ഒരു വലിയ ആ ഒരു എന്താ പറയണേ, ആ ഒരു വർക്കുള്ള സാരി 8400 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ആ ഒരു സാരിയുടെ റേറ്റ് വന്നിട്ട്. പക്ഷേ എനിക്ക് അടുത്ത് കിടക്കുന്നത് ഈ സാരിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്താ ബോഡി വർക്കൊക്കെയാണ്, നല്ല കിഡിലുമാണ്. നല്ലതായിട്ട് എന്നെ ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിൻ്റെ ആ ഒരു ബോർഡർ വർക്കും ഒക്കെ കിഡിലായിരുന്നു. ആ കളറും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഇത് റേറ്റ് കുറഞ്ഞ സാരിയാണ് കേട്ടോ. ഇതിന് വന്നിട്ട് 11,000 റുപ്പീസ് ആയിരുന്നു കേട്ടോ റേറ്റ്. പക്ഷേ ഈ ഒരു കളറും ആ ഒരു ബോർഡറിൻ്റെ കോമ്പിനേഷനും ഒക്കെ സൂപ്പർബായിരുന്നു കേട്ടോ. ഇനി ഞാൻ കാണിച്ചു തരാൻ പോണത് ഈ ഒരു ലൈറ്റ് കളറിൻ്റെയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. 10,850 റുപ്പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ്. നല്ല ഉഗ്രൻ ബോർഡർ വർക്ക്, നല്ല ഉഗ്രൻ ബോഡി വർക്ക്. എന്നാൽ ഇതെന്ന് പറയണത് ഒരു ലൈറ്റ് കളറാണ്, പക്ഷേ അതിനൊരു പ്രത്യേക ഭംഗിയാണ്. ഒത്തിരി കടുത്തതിൽ നിന്നും, അതായത് നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ ഇടുമ്പം നല്ലതായിട്ട് എടുത്ത് കാണിച്ച് നല്ല ഭംഗിക്ക് എന്താണ് നമ്മുടെ ആ ഒരു കളറൊക്കെ എടുത്ത് കാണിക്കുന്ന ലെവലിലുള്ള നല്ല ഉഗ്രനൊരു സാരിയാണ്. ഞാൻ സാരി നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ സാരി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു 10,000 റുപ്പീസിന് നല്ല വർത്ത് ആയിട്ടുള്ള നല്ല കിഡിലൻ സാരി തന്നെയായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുന്താണി വർക്കൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ ഇത്. ഓക്കെ, അപ്പം വെഡ്ഡിങ് സാരീസിനൊക്കെ നല്ല എന്താണ് ലോ റേറ്റിനും ഹൈ റേറ്റിനും ഒക്കെ നല്ല കളക്ഷൻസ് തന്നെ എനിക്കിവിടെ കാണാനായിട്ട് പറ്റിയേ. അപ്പം ഞാൻ കുറച്ചും കൂടി കളക്ഷൻസ് കാണിച്ചു തരാം. ഈ സാരി നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തന്നത്. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ വെഡ്ഡിങ് സാരീസിൻ്റെ പല ടൈപ്പാണ് ഞാനിങ്ങനെ അടുത്തിങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പല 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 മോഡൽസാണ് അടുക്കിന് ഇട്ടിരിക്കുന്നത്. അതിൽ ഈ ഒരു സാരി ഉണ്ടല്ലോ, അതിന് വന്നിട്ട് റേറ്റ് 12,000 റുപ്പീസാണ്. ഞാൻ ഈ എടുത്ത് കാണിക്കുന്ന സാരിക്ക്. അപ്പോൾ അതിൻ്റെ ബോഡി വർക്ക്, അതിൻ്റെ മുന്താണി വർക്ക് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ബ്ലൗസ് പീസ് ഒക്കെ തന്നെ ഇതാണ്. അപ്പം ഇതിൻ്റെ ബോഡി വർക്കൊക്കെ എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ. അതൊക്കെ ഞാൻ കിഡിലായിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ബോഡി വർക്കൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് മുന്താണി വർക്കൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു 12,000 റുപ്പീസിന് ഇതും നല്ലൊരു അടിപൊളി സാരി തന്നെയാണ്. ഓക്കെ, കണ്ടില്ലേ, അത് ഞാൻ നല്ലോണം നല്ല രീതിയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, കണ്ടില്ലേ, കൊള്ളാമല്ലോ. ഇതിൻ്റെ ബോഡി വർക്കാണ് ഇടയ്ക്കൂടെ കാണുന്നത്. അപ്പോൾ ഞാനത് നല്ലതായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ബോഡി വർക്ക്.
ഓക്കെ, നല്ലതായിട്ട് കാണോ? കുറച്ചും കൂടി കിടിലായിട്ട് കാണോ? കാണിച്ചു തരാമല്ലോ. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ ബോഡി വർക്ക് വരുന്നതെന്നുള്ളത് ഇതാണ് സംഭവം. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ ബോഡി വർക്ക്. അപ്പം ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഈ ഒരു സാരി? അപ്പോൾ ഞാൻ നല്ലതായിട്ട് വിരിച്ച് കാണിച്ചു തരാവേ. ഇതാണ് സംഭവം. കിഡിലോ അല്ലേ? ഇനി അതേപോലെ വെഡിങ് സെക്ഷനിലുള്ള സാരീസാണ് ഇതൊക്കെ എന്ന് പറയുന്നതും. അപ്പോൾ ഇത് നെറ്റിൻ്റെ സാരിയാണ്. നല്ല അടിപൊളി റെഡ് കളർ സാരിയാണ്. ഈ റെഡ് കളറ് ഇഷ്ടമുള്ളവരുണ്ടല്ലോ അപ്പോഴേ ഇത് കൊത്തിക്കൊണ്ട് പോകും കേട്ടോ. എനിക്ക് റെഡ് എന്ന് വെച്ചാൽ ഭയങ്കര ഭ്രാന്താണ് കേട്ടോ. ഞാനെങ്ങാനാണെങ്കിൽ എപ്പോൾ എടുത്തു എന്ന് ചോദിച്ചാൽ മതി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് റെഡ്. പിന്നെ ഈ ഒരു ടൈപ്പ് സാരി ഉണ്ടായിരുന്നു. ഇത് ആകെ 2 പീസസേ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ഇതെല്ലാം പോയി കഴിഞ്ഞു. 4800 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ഇതിൻ്റെ ബോഡിയിൽ നിറയെ കുഞ്ഞു സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബോർഡറിലും നല്ല കിടിലമായിട്ട് സ്റ്റോൺ വർക്കോട് കൂടിയിട്ടുള്ള നല്ല കിടിലൻ അത്യുഗ്രൻ സാരിയാണ് കേട്ടോ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടാൽ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുവേ. നല്ല ഭംഗിയുള്ളത് ഈ 2 കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കളറാണ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത്. നല്ല രസമുണ്ടായിരുന്നു. ബോഡിയിൽ അത്രയും തന്നെ ചെറിയ സ്റ്റോൺ വർക്ക്സുകളുണ്ടായിരുന്നു. കൊള്ളായിരുന്നേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലതായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, നല്ല ഒരു സ്റ്റോൺ വർക്കൊക്കെ കൊടുത്തിട്ട് ബോർഡറിൽ കൊണ്ടുവന്നിട്ട് നല്ല സാരിയല്ലേ? എനിക്ക് തോന്നുന്നു എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഈ ഒരു സാരി നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെടുമെന്ന്. അപ്പോൾ 2 കളേഴ്സ് ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ പോയി എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഉള്ള 2 കളേഴ്സ് നല്ല കിഡിലും കളേഴ്സ് തന്നെയായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഞാനും ഉമ്മയും കൂടി അടിച്ച് പൊളിച്ച് ഇവിടെ ഞങ്ങളുടേതായ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്തി. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.